ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. ഇത് സാറാണ്. അപ്പോൾ മക്കളെ, ഇതെന്താ അപ്ഡേഷൻ ആണോ സാർ? 10 ദിവസം ഓണം എക്സാമിനോ? 20-നല്ലേ ഓണം എക്സാം? പിന്നെ സാർ എന്ത് വിചാരിച്ചാൽ 10 ദിവസം എന്ന് പറയാം? യെസ് മക്കളെ, ഇത് അപ്ഡേഷനും കാര്യങ്ങളും ഒന്നുമല്ല. ഇതൊരു റിമൈൻഡറാണ്. ഇനി നിങ്ങൾക്ക് ഓണം എക്സാമിനേക്ക് പഠിക്കാൻ എത്ര സമയം നിങ്ങളുടെ മുന്നിലുണ്ട് എന്നതിനെ കുറിച്ചുള്ള റിമൈൻഡറാണ്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോടെ തന്നെ സാർ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ മക്കൾ കേൾക്കുക. യെസ്, 10 ദിവസം എന്ന് പറഞ്ഞാൽ 10 ദിവസം മാത്രമേ മക്കൾക്ക് ഇനി ഓണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമുള്ളൂ, പഠിക്കാനുള്ള ടൈമുള്ളൂ. റെഡി? അതെങ്ങനെയാ വരിക? ഇന്നിപ്പം ജൂലൈ 23 ആയിട്ടേ ഉള്ളൂ. ഓഗസ്റ്റ് 20-നാണ് എക്സാം. നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഏകദേശം 1 മന്ത് ഇല്ല, ഒരു 3 ദിവസം കുറയ്ക്കുകയാണ് തന്നെ ഒരു 27 നമുക്ക് കൂട്ടാം. എന്നാലും വേണ്ട, നമ്മൾ 30 ഡേയ്സ് തന്നെ എടുക്കുക എന്ന് വിചാരിക്കാം. ഒരു മാസം തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചോ. ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാനുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. യെസ്, ഒരു മാസത്തിൽ നമ്മളൊരു 4 ആഴ്ചകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിലെന്താ 4 ശനികളും 4 ഞായറുകളും ഉണ്ടാവുന്ന കൂട്ടുക. അപ്പൊ എത്രയാ? യെസ്, 4 4 8 കിട്ടി. ഓക്കെ, ഇനി ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ടാവും എന്ന് വിചാരിക്കാം. യെസ്, അതിപ്പം ഈ ഒരു 20-നുള്ളിൽ, ഐ മീൻ ഓഗസ്റ്റ് 20 ഓണം എക്സാമിനുള്ളിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആയിരിക്കും ഒരു ലീവ് വരുന്നത്. ഓക്കെ, വേണ്ട, നമുക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് മഴ അവധികളൊക്കെ കിട്ടാറുണ്ട് അല്ലെ, അങ്ങനെയും കൂട്ടാം. പിന്നെ എന്തെങ്കിലും സ്ട്രൈക്കൊക്കെ കൂട്ടി നിങ്ങൾ കൂടുതലായി കൂടിപ്പോയ ഒരു 3 എണ്ണം എടുത്തോ എക്സ്ട്രാ. ഓക്കെ, ഒരു 3 എണ്ണം എക്സ്ട്രാ എടുക്കൂ. യെസ്, 11 വേണ്ട, 11 നിങ്ങൾ കൂട്ടണ്ട, കുറച്ചങ്ങോട്ട് വയ്ക്കും. നമുക്ക് ബാക്കോട്ട് ഒന്ന് എടുത്തുകൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്യാം. 10 അത്രേ വരുള്ളൂ, 10 വരുള്ളൂ. യെസ്, നമ്മൾ കൃത്യമായി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഇതിലും കുറയും. നിങ്ങൾക്ക് പഠിക്കാനുള്ള ദിവസങ്ങളാണ്. റെഡി? അതായത് നിങ്ങൾക്കിപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നു, നൈറ്റ് നിങ്ങൾക്ക് ടൈമാണ്, പഠിക്കാനുള്ള ടൈമാണ്. പക്ഷെ എത്ര പേര് ആ ഒരു ടൈമിൽ നല്ലപോലെ പഠിക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ട രീതിയിൽ പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. സാറിന് തന്നെ പലരും മെസ്സേജ് അയച്ച് പറയുന്നതാണ്, സാർ നൈറ്റ് ഒന്നും പഠിക്കാൻ പറ്റാറില്ല, ഒരുപാട് വർക്കുകളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്, സ്കൂളിലേക്ക് ചെയ്യാനുള്ളതുണ്ടാവും, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ കാണാനുണ്ടാവും അല്ലേ. യെസ്, അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് അവിടെയും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു നൈറ്റ് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കൃത്യമായ ടൈം എന്ന് പറയുന്നത് ഏതാണ്? ഒരു ലീവ് കിട്ടുന്ന ദിവസങ്ങളായിരിക്കും. റെഡി? ഒരു ശനിയോ ഞായറോ അല്ലെങ്കിൽ ഇതുപോലെ കിട്ടുന്ന പബ്ലിക് ഹോളിഡേയ്സോ മഴേൻ്റെ അവധികളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിലും ഈ ഹോളിഡേയ്സിലൊക്കെ പല വർക്കുകളും ഉണ്ടാവും അല്ലെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ എവിടെയെങ്കിലുമൊക്കെ പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ 10 ദിവസത്തിൽ നിങ്ങൾക്ക് ഈ 10 ദിവസവും ഇരുന്ന് പഠിക്കാനുള്ള ടൈം ഉണ്ടോ? ആ 10 ദിവസം എന്ന് പറഞ്ഞാൽ 24 hours നിങ്ങൾ ഇരുന്ന് പഠിക്കും? ഇല്ല, അങ്ങനെ ഇരുന്ന് പഠിച്ചാൽ റെഡി ആവുകയില്ല, അങ്ങനെ ഇരുന്ന് പഠിക്കുകയും വേണ്ട. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുറച്ച് ടൈം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇനിയുള്ളത്. യെസ്, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്രത്തോളം ഇനി നിങ്ങൾക്ക് ഓണം എക്സാമിനേക്ക് വേണ്ടി പഠിക്കാൻ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ ബാക്കിയുണ്ട്, നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട് പഠിച്ചിട്ട്. എല്ലാ സബ്ജക്റ്റിലും 3-4 ചാപ്റ്ററുകളുണ്ട്. അതെല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇനി ഒരു റിവിഷൻ മാത്രമാണോ ആവശ്യം? നിങ്ങൾ സ്വയം വാല്യൂ ചെയ്ത് നോക്കുക. ആ ഒരു ടൈമാണ്, ആ ഒരു റിമൈൻഡറാണ് ഇത്. മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, കാരണം നമുക്കറിയാം ആദ്യത്തെ എക്സാമാണ്. മറ്റ് എക്സാമുകളൊക്കെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാറുള്ളൂ. അത് നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും, നല്ല രീതിക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മറ്റേതൊരു എക്സാമിനേക്കാൾ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ഈ ഓണം എക്സാമിന് വേണം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് തന്നെ എഴുതാൻ പോകുന്ന എക്സാമാണ് ഈ ഒരു വർഷം. അത് തന്നെ നല്ല അടിപൊളിയായിട്ടൊന്ന് എഴുതി നോക്കൂ. കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് കൊമേഴ്സിന്റെ എഴുതാൻ പോകുന്ന എക്സാമാണ്. അത് അടിപൊളിയായിട്ട് പഠിച്ചെഴുതി നോക്കൂ, നല്ല മാർക്ക് ഒന്ന് സ്കോർ ചെയ്ത് നോക്കൂ. ഈ വർഷവും അടുത്ത വർഷം വരെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഞാൻ ചൂസ് ചെയ്ത വഴി എനിക്ക് ഓക്കെയാണ്, കൊമേഴ്സിൽ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് മക്കളുടെ ഉള്ളിൽ വന്നിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ ഉള്ള ടൈം മക്കൾ മനസ്സിലാക്കുക, പഠിക്കണം, നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, യെസ്, അതുകൊണ്ടാണ് ഈ ഒരു റിമൈൻഡർ സാർ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇത് അടുത്ത ദിവസം കുറയും, അടുത്ത ദിവസം പിന്നെയും കുറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 10 ദിവസമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, 10 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ 10 ദിവസം കൊണ്ടൊക്കെ ഒരു മാസം കിട്ടി തന്നെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് ഓണം എക്സാം എന്നുള്ളത്. നന്നായിട്ട് പഠിച്ചാൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം
മറ്റ് എക്സാമുകളെ സംബന്ധിച്ച് അത്രയൊന്നുമില്ല നമുക്ക് പഠിക്കാൻ. എല്ലാ സബ്ജക്റ്റിൻ്റെയും ആദ്യത്തെ കുറച്ച് ചാപ്റ്ററുകളാണ്, അതും ഇൻട്രൊഡക്ഷനൊക്കെ ആയിട്ട് വരുന്ന ചാപ്റ്ററുകൾ സിമ്പിൾ കാര്യങ്ങളായിരിക്കും. റെഡി? അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എഫേർട്ട് ഇടുക. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഓണം എക്സാമിന്റെ ഫുൾ പരിപാടീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ചാലഞ്ചുകളായിട്ടും പ്ലാനുകളായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി? അപ്പോൾ എന്താണ് അവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. വീണ്ടും ഫൈനൽ റിവിഷനും അതും ഇതൊക്കെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി അങ്ങോട്ടുള്ള ഈ കുറച്ച് സമയങ്ങൾ മക്കൾ എന്ത് ചെയ്യണം? നന്നായിട്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണം. അങ്ങനെ പഠിച്ചു പോകണമെങ്കിൽ നിങ്ങൾ എന്താണ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. കാരണം പലർക്കും വലിയൊരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും പഠിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ എന്താണ് അറിയാതെ നിങ്ങൾ അതിന് ഡൈവേർട്ടായി പോകും. സോ അതുകൊണ്ടാണ് അങ്ങനെ എന്താണ് ഡൈവേർട്ടായി പോകാൻ പാടില്ല. കുറച്ച് സമയമുള്ളെങ്കിലും നമുക്ക് ആ ടൈം നന്നായിട്ട് യൂസ് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് മാർക്ക് വാങ്ങണം. ഓക്കെ, ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. നമ്മൾ ഇനി ഓണം എക്സാമിന് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മക്കൾ എന്താ മിസ്സാക്കാൻ പാടില്ല. ഓക്കെ, അത്രത്തോളം മക്കൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇനി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാത്തവരൊക്കെ പെട്ടെന്നൊക്കെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. യെസ്. അപ്പോൾ ഓണം എക്സാം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം. നിങ്ങളൊന്ന് സ്കോർ ചെയ്ത് നോക്കൂ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. 2 വർഷത്തേക്കുള്ള ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ എക്സാമിന് നിങ്ങൾ സ്കോർ ചെയ്യാൻ പോകുന്ന മാർക്കിലൂടെ നിങ്ങളെ ഉള്ളിലേക്ക് വരാൻ പോകുന്നത്. അത് മതി, ആ ഒറ്റ കാര്യം മതി. പിന്നെ ഈ 2 വർഷം ഇനി +2 കഴിയുന്നവരെ നിങ്ങൾക്ക് മാർക്ക് കൂടുകയുള്ളൂ, കുറയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ. ആ ഒരു കൗണ്ടിങ് മറന്നു പോകണ്ട. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്നൊക്കെ ജോയിൻ ചെയ്യുക. നമുക്ക് ഉഷാറാക്കാം. ഓണം എക്സാം നമ്മൾ നല്ല മാർക്ക് വാങ്ങിയിരിക്കും. ഓക്കെ, യെസ്. നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.